ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മാമ്പഴം മുളകിട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കിളിച്ചുണ്ട മാമ്പഴം ഇന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ നന്നായി പഴുത്തു, കുറച്ചൊക്കെ കേടായിപ്പോയി, കുറച്ചൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഞാനിന്ന് കരുതി പഴുത്ത് വരുന്നത് നോക്കി ഒരെണ്ണം എടുക്കാമെന്ന്. അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, മധുരമുണ്ട്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ കിളിച്ചുണ്ട മാമ്പഴത്തെ പറ്റി ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ കറിയുള്ള ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇതേപോലൊന്ന് നടുക്കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കുഞ്ഞ് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിന് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കും. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ ടൈപ്പ് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിളിച്ചുണ്ട മാമ്പഴം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കരുതി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഷേപ്പിനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴുത്ത മാങ്ങ. ഞാൻ ഈ പറഞ്ഞ പോലെ മുളകിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പുപൊടി ഈ മാങ്ങയിലെല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യത്തിന്. പിന്നീട് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതും നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് മാങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പീസും കൂടെ, അടുത്ത ഭാഗവും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ മാമ്പഴം മുളകിട്ടത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇത്രയുമുള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.